നമുക്ക് ഈ ഒരു ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യാൻ സാധിക്കും. പലപ്പോഴും ഇന്ന് നമുക്കറിയാം, നമ്മൾ ഈ ലോകത്ത് മുഴുവൻ സ്ട്രെസ്സിന്റെ ലൈഫാണുള്ളത്. ടെൻഷൻ അടിച്ചുള്ള ഓട്ടമാണ്. ഓവറായി ടെൻഷൻ അടിച്ചത് കൊണ്ട് വല്ല കാര്യമുണ്ടോ? എന്നാൽ ടെൻഷൻ അടിക്കാതിരുന്നിട്ട് വല്ല കാര്യമാണ്? ഈ ടെൻഷൻ മാറാൻ എന്താണ് വഴി? ലോകത്ത് വെൽനെസ്സിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആയുഷ് പ്രൊമോട്ടേഴ്സായ നമ്മൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കറങ്ങുന്ന വലിയൊരു ലോകത്തിന് നടുവിലാണ് നമ്മളുള്ളത്. എങ്ങനെയൊക്കെയാണ് നമുക്ക് സ്ട്രെസ് വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ സ്ട്രെസ്സിന് അടിമകളാണ് അല്ലെങ്കിൽ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? നമ്മൾ ഏത് സമയത്തും ടയേർഡായി ഫീൽ ചെയ്യുക, നമുക്ക് ഇടയ്ക്കിടെ ഹെഡേക്ക് ഉണ്ടാവുക, നമ്മുടെ ഉയർന്ന രക്തസമ്മർദ്ദം, അതുപോലെ തന്നെ നമുക്ക് ഡൈജസ്റ്റീവ് പ്രോബ്ലം, എന്ത് കഴിച്ചാലും ദഹിക്കുന്നില്ല, ഇടയ്ക്കിടെ നെഞ്ഞുവേദന വരുന്നത് പോലെ ഫീൽ ചെയ്യുക, അതുപോലെ മസിലുകളൊക്കെ ഭയങ്കര ക്രാമ്പായിരിക്കുക, ജോയിന്റ്സിലൊക്കെ പെയിൻ ഉണ്ടാവുക, ദമ്പതികൾക്കിടയിൽ വ്യക്തമായ രീതിയിൽ സെക്ഷൽ ഫങ്ഷൻസ് നടക്കാതിരിക്കുക, ഏത് സമയത്തും നമുക്ക് രോഗങ്ങൾ വരിക, ലോ ഇമ്മ്യൂണിറ്റി സിസ്റ്റം, ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളാണ് നമ്മളെങ്കിൽ നമ്മൾ സ്ട്രെസ്സിന് അഡിക്റ്റഡ് ആണ്, അല്ലെങ്കിൽ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ സ്ട്രെസ് നിസ്സാരക്കാരനാണോ? അത് നമ്മുടെ ശരീരത്തെ എങ്ങനെയൊക്കെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് ഒന്ന് നോക്കാം നമുക്ക്. ഈ സ്ട്രെസ് നമ്മുടെ ബ്രെയിനെ കാര്യമായി ബാധിക്കും. നമുക്കൊരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല. നമുക്ക് ഒരാൾക്ക് വ്യക്തമായി പ്ലാൻ കൊടുക്കാൻ കഴിയില്ല. നമുക്ക് ആ പ്ലാൻ കൊടുത്ത ആളെ ഫോക്കസ് ചെയ്യാൻ കഴിയില്ല, അയാളെ ക്ലോസ് ചെയ്യാൻ കഴിയില്ല, അയാളെ ഫോളോ അപ്പ് ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ നമുക്ക് കാർഡിയോ വാസ്കുലർ ആയിട്ട് ഹാർട്ട് അറ്റാക്ക് വരാതിനുള്ള ചാൻസ് ഈ സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മസിലുകളിലൊക്കെ, കാലിലും കയ്യിലുമൊക്കെ നല്ല രീതിയിൽ വേദന, ജോയിന്റ്സിൽ വേദന ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ അനുഭവിച്ച ഒരാളെന്ന രീതിയിൽ ആത്മാർത്ഥമായി എനിക്ക് പറയാൻ കഴിയും, നമ്മുടെ സ്ട്രെസ്സിന്റെ വലിയ റീസൺസ് ആണ്, അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടെന്ന് മനസ്സിലാക്കേണ്ട ഒരു ഘട്ടമാണിത്. നമ്മുടെ ചർമ്മം ചുളിയും, ചർമ്മകാന്തി കുറയും, തലമുടിയൊക്കെ എൻ്റെ മുടി പോലെ ഇങ്ങനെ കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും. അതുപോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഡയറിയ, അബ്ഡോമിനൽ ഡിസ്കംഫർട്ട്നെസ്. ഈ ഇടയ്ക്ക് നമുക്കിപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, നമുക്ക് ചില കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ അവർ പറയും, അല്ലെങ്കിൽ നമ്മൾ തന്നെ ജോലിക്ക് പോകുമ്പോൾ നമുക്ക് ബാത്റൂമിൽ, നമ്മളെല്ലാ രീതിയിലും വാഷ്റൂമിലൊക്കെ പോയി ക്ലിയർ ആയിട്ട് ഡ്രസ് ചെയ്ത് പുറത്തിറങ്ങുന്ന സമയത്തായിരിക്കും വീണ്ടും വാഷ്റൂമിൽ പോകാൻ ഒരു ടെൻഡൻസി ഫീൽ ചെയ്യുന്നത്. ഇതൊക്കെ ടെൻഷന്റെ ഭാഗമാണ്. ഇത്തരത്തിലൊക്കെ നമ്മളെ ബോഡിയെ കാര്യമായി ബാധിക്കുന്ന ഈ സ്ട്രെസ് എല്ലാ അർത്ഥത്തിലും മോശക്കാരനാണോ? എല്ലാത്തിലും നല്ലതും ചീത്തവും ഉണ്ടാവുമല്ലോ. സ്ട്രെസ്സിന്റെ കാര്യത്തിലും നല്ലതും ചീത്തയുമുണ്ട്. എന്താണ് നല്ല സ്ട്രെസ്? ചില നല്ല സ്ട്രെസ്സുകൾ നമ്മെ കൂടുതൽ ഫോക്കസ് ഉള്ളവരാക്കി മാറ്റും. അത് നമ്മെ മോട്ടിവേറ്റ് ചെയ്യും. ഉദാഹരണത്തിന്, ഇപ്പോ ഇവിടെ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു NTC ലീഡർ ഉണ്ട്, ഉമർ ഉസ്താദ്. ഉമർ ഉസ്താദിന്റെ സാന്നിധ്യത്തിൽ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് സ്ട്രെസ് ഉണ്ട്. ആ സ്ട്രെസ് എന്നെ കൂടുതൽ ഫോക്കസ്ഡ് ആക്കുകയാണ്. കുറച്ചുകൂടി നല്ല രീതിയിൽ ശ്രദ്ധയോടുകൂടി സംസാരിക്കണമെന്ന് തന്നെ ഫോക്കസ്ഡ് ആക്കുന്നത്. അത് ഗുഡ് സ്ട്രെസ് ആണ്. അതെന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു കുറഞ്ഞ സമയത്തേക്ക് മാത്രമാണ്. ഈ മീറ്റിംഗ് കഴിഞ്ഞാൽ എൻ്റെ സ്ട്രെസ് കഴിയും. അതുപോലെ തന്നെ ഇന്ന് MC കൈകാര്യം ചെയ്ത നഫീസ മാഡത്തിന് MC കൈകാര്യം ചെയ്യുമ്പോൾ അനുഭവിച്ച ഒരു ടെൻഷൻ ഉണ്ടാവും. ആ ടെൻഷൻ ആ ഒരു ചെറിയ ടൈം കഴിഞ്ഞാൽ തീരും. എന്നാൽ ബാഡ് സ്ട്രെസ്സോ, അത് നമ്മുടെ ബോഡിയിലും നമ്മുടെ ജീവിതത്തിലും ലൈഫില് ആകമാനം വിവിധ മേഖലകളിൽ ബാധിക്കും. അത് നമ്മുടെ പെർഫോമൻസിനെ തളർത്തിക്കളയും. ഇടയ്ക്കിടയ്ക്ക് സ്ട്രെസ് വരും, ലോങ് ടൈമിലേക്ക് നിലനിൽക്കുകയും ചെയ്യും. ഇതാണ് ബാഡ് സ്ട്രെസ്. ഗുഡ് സ്ട്രെസ്സിന് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു മനുഷ്യൻ കല്യാണം കഴിക്കാൻ പോവാണ്. ലോകത്ത് എല്ലാവർക്കും സന്തോഷം മാത്രം പോരല്ലോ. അപ്പൊ കല്യാണം കഴിക്കാൻ പോകുമ്പോ എന്തുണ്ടാവും? ഒരു ടെൻഷൻ ഉണ്ടാവും. അതൊരു നല്ല ടെൻഷനാണ്.
അതുപോലെ തന്നെ നമ്മൾ പുതിയ വീട് വെക്കാൻ പോകുന്നു. പുതിയ വീട് വെക്കുമ്പോൾ അതിന്റെ പ്ലാനിങ് മുതൽ അതിന്റെ ഹൗസ് വാമിങ് വരെ, ഹൗസ് വാമിങ് കഴിഞ്ഞാലും നമുക്ക് ടെൻഷൻ ബാക്കിയാവില്ല. അതും നല്ലൊരു ടെൻഷനാണ്. ഇപ്പൊ നമ്മളൊരു ട്രിപ്പ് പോവാണ്. ആ ട്രിപ്പ് പോകുമ്പോൾ ആ പോകുന്ന ആൾക്കാർക്ക് ടെൻഷൻ ഉണ്ട്, ട്രിപ്പ് കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് ടെൻഷൻ ഉണ്ട്. ഒരു കുഞ്ഞിനെ പ്ലാൻ ചെയ്യുന്നു, നമുക്ക് വലിയ ടെൻഷൻ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഈവൻ ഒരു എക്സസൈസ് ചെയ്യുന്നു, അവിടെ നമ്മൾ നല്ല ടെൻഷൻ അനുഭവിക്കുന്നു. ഇനി എന്തിനധികം നമ്മളെ അടുക്കളയിൽ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനപ്പുറം എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നു ഒരു വീട്ടമ്മ. ആ വീട്ടമ്മ അവിടെ ഒരു ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്. ഇനി സാധാരണ ഭക്ഷണം തന്നെ ഉണ്ടാക്കുകയാണോ, അതിൽ ഉപ്പ് കയറൂ, മുളക് കയറൂ, അങ്ങനെയുള്ള ടെൻഷനുകൾ അവർ അനുഭവിക്കുന്നുണ്ട്. ഇനി ബാഡ് സ്ട്രെസ്സിന്റെ കാര്യത്തിലാണെങ്കിലോ, നല്ല ഹൈ ബ്ലഡ് പ്രഷർ നമുക്ക് വരുന്നു. എങ്ങനെയാണ് വരുന്നത്? നമുക്ക് ഓവർ വർക്ക് ലോഡ് വരുന്ന സമയത്ത് നമുക്ക് ഓവർ BP വരും. BP നിസ്സാരക്കാരനല്ല. അതുപോലെ തന്നെ നമ്മള് പ്രതീക്ഷിക്കുന്ന ആളുകളിൽ നിന്ന് അപ്രതീക്ഷിതമായ പ്രതികരണങ്ങൾ വരുമ്പോൾ നമുക്ക് ബാഡ് സ്ട്രെസ് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ മൈ ലൈഫ് സ്റ്റൈലിന്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് വളരെ ആസ്വദിച്ച് വർക്ക് ചെയ്യാവുന്ന ഒരു മേഖലയാണ് മൈ ലൈഫ് സ്റ്റൈൽ. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ സ്റ്റാറ്റസിൽ ഇട്ടിരുന്നു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് വർക്ക് ചെയ്യുന്ന ഒരു മേഖലയാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. എന്നാൽ വലിയ കോർപ്പറേറ്റ് കമ്പനികളിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ നല്ല വരുമാനം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ വരുമാനത്തെക്കാൾ ഉപരി എനിക്ക് ലഭിച്ചത് സ്ട്രെസ് ആയിരുന്നു. കൂടുതൽ കാലം ആ വരുമാനം വാങ്ങി ആ സ്ട്രെസ്സുമായി മുന്നോട്ട് പോയാൽ അറ്റാക്ക് അടക്കമുള്ള പല കാര്യങ്ങളും നമുക്ക് വരുമെന്ന ബയോളജിക്കൽ നോളജാണ് എന്നെ അതിൽ നിന്ന് കിറ്റ് ചെയ്ത് സമാധാനത്തിന്റെ പാതയിലേക്ക്, സന്തോഷങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലേക്ക് നയിച്ചിട്ടുള്ളത്. അപ്പോ നമ്മൾ വർക്ക് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ പോലും അവിടെ ബാഡ് സ്ട്രെസ് വരും. ഈ സ്ട്രെസ്സിന്റെ ആക്ഷൻ നടക്കുന്നത് നമ്മുടെ ശരീരത്തിലൊക്കെ ഡിഫറെന്റ് ആയുള്ള ഹോർമോണുകൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം. അതിലൊരു ഹോർമോണാണ് കോർട്ടിസോൾ എന്ന് പറയുന്നത്. കോർട്ടിസോൾ നമ്മുടെ ബോഡിയിൽ വേണം. എന്നാൽ ഏതൊരു സാധനവും അളവിൽ കൂടുതലായി വരുമ്പോൾ അതിൻ്റെതായ റിയാക്ഷൻസ് ഉണ്ടാവും. എവരി ആക്ഷൻ അതിന് എഗനിസ്റ്റ് ആയ ഒരു റിയാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ ടെൻഷനുകൾ നമുക്ക് വരുമ്പോൾ ഈ കോർട്ടിസോൾ ഹൈപ്പോതലാമസിലേക്ക് ബാഡായുള്ള മെസ്സേജ് കൊടുക്കുന്നു. അത് സ്ട്രെസ് റിപ്പോർട്ട് സിസ്റ്റത്തിൽ നമ്മെ ആകെ തളർത്തിക്കളയുന്നു. ഹാർട്ട് അറ്റാക്ക് അടക്കമുള്ള സംഭവങ്ങൾ വരുന്നു. അപ്പോൾ ഈ ഹോർമോണുകളെ എങ്ങനെ ബാലൻസ് ചെയ്യാം? എല്ലാത്തിനും ഒരു പ്രതിവിധി ഉണ്ടല്ലോ. എല്ലാ പ്രോബ്ലത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട്. സൊല്യൂഷനാണ് തന്നെ ആദ്യം കണ്ടെത്തിയിട്ടുള്ളത്. പ്രശ്നങ്ങൾ പിന്നീടാണ് വരുന്നത്. അതിനുള്ളൊരു സൊല്യൂഷനാണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ പടച്ച തമ്പുരാൻ നമ്മുടെ ബോഡിയിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഓക്സിറ്റോസിനെയും കോർട്ടിസോളിനെയും ബാലൻസ് ചെയ്യാൻ സാധിച്ചാൽ നമ്മുടെ സ്ട്രെസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. എന്താണ് ഓക്സിറ്റോസിൻ? ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞാൽ ഒരു ലവ് ഹോർമോണാണ്. ഡോപാമിന്റെ ഉൽപാദനത്തെ സഹായിക്കുന്ന ഒരു ലവ് ഹോർമോണാണ് ഓക്സിറ്റോസിൻ. കോർട്ടിസോളിന്റെ ഉൽപാദനം കൂടുമ്പോൾ അവിടെ നമുക്ക് ഓക്സിറ്റോസിൻ ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചാൽ ഹൈപ്പോതലാമസ് അതിനെ ആഗിരണം ചെയ്ത് നമ്മുടെ മാനസിക നില നോർമലാക്കി കളയും. സയന്റിസ്റ്റുകൾ പറയുന്നു സ്നേഹത്തിന് ഇതിന് വലിയ ഘടകമുണ്ട്. ഒരു ബയോളജിക്കൽ നെസസിറ്റിയാണ് ലവ് എന്നുള്ളതാണ് സയന്റിസ്റ്റുകൾ പറയുന്നത്. ലവ് എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കേണ്ട, നമ്മള് പിക്ചറിൽ കാണുന്നത് പോലെ ഒരു ഓപ്പോസിറ്റ് സെക്ഷലുമായിട്ടുള്ള ഒരു ലവ് അല്ല. എന്തിനേയും നമ്മൾ പ്രണയിക്കണം. ലവ് ഈസ് ദ ഓക്സിജൻ ഓഫ് ലൈഫ്, നോബഡി കാൻ ലീവ് വിത്തൗട്ട് ലവ് എന്നുള്ളതാണ്. നമുക്ക് സ്നേഹിക്കാൻ നമ്മുടെ ഉമ്മയുണ്ടാവും, നമ്മുടെ ഉപ്പയുണ്ടാവും, നമ്മുടെ ഭാര്യ ഉണ്ടാവും, നമ്മൾ ഇഷ്ടപ്പെടുന്ന മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഉണ്ടാവും, മൈ ലൈഫ് സ്റ്റൈലിന്റെ പ്രോഡക്ട്സ് ഉണ്ടാവും, നമ്മളുടെ ഗുരുക്കന്മാരുണ്ടാവും.
അങ്ങനെ നമുക്ക് ഓരോന്നിലും ഇൻട്രസ്റ്റ് ഉള്ള ഏരിയകൾ കണ്ടെത്തി കഴിഞ്ഞാൽ അവിടെ ഓക്സിറ്റോസിൻ, ഡോപാമിന്റെ ഉൽപാദനം നടത്തുകയും നമ്മുടെ സ്ട്രെസ്സിനെ റിലീവ് ചെയ്യിക്കുകയും ചെയ്യും. അതിനെ നമ്മെ സഹായിക്കുന്ന ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റും നമുക്ക് നമ്മുടെ കമ്പനി തന്നിട്ടുണ്ട്. ഇത് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു, അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് മൈ ലൈഫ് സ്റ്റൈലിലെ എന്റെ കരിയറിലുണ്ടായ ടേണിംഗ് പോയിന്റ്. അതിനാണ് ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ലോകത്ത് ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാൾ, കഴിഞ്ഞ 20 വർഷക്കാലമായിട്ട് മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളാണ്. അതിന്റെ കൂടെ തന്നെ മേഡം പറഞ്ഞു മാധ്യമ പ്രവർത്തകനായിരുന്നു. ഞാൻ സിറാജ്, ദേശാഭിമാനി, കേരള കൗമുദി, മംഗളം തുടങ്ങിയ പത്രങ്ങളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. വിവിധ മാഗസിനുകളിൽ ഞാൻ കോളം എഴുതിയിട്ടുണ്ട്. അധ്യാപക പ്രൊഫഷണലായിരുന്നു. അവിടെ നിന്നൊക്കെ എൻ്റെ ഒരു ഉദാഹരണത്തിന് ഞാൻ വരുമാനം കൂട്ടണമെന്ന ലക്ഷ്യത്തോടു കൂടി മെഡിക്കൽ റെപ്രസെന്റേറ്റീവായി ജോലിയിലേക്ക് മാറിയപ്പോൾ എനിക്ക് പതിവില്ലാത്ത രീതിയിൽ ശ്വാസം മുട്ട് അനുഭവപ്പെട്ടു തുടങ്ങി. ഞാൻ ഞങ്ങളുടെ കുടുംബ ഡോക്ടറായ സൂര്യനാരായണൻ ഡോക്ടറെ, പരുതൂര് തന്നെയുള്ള ഡോക്ടറെ കണ്ടു. ഡോക്ടർ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. എന്നോട് പറഞ്ഞു, ഒന്നുമല്ല, ടെൻഷനാണ്. ഇന്നലെ വരെ ചെയ്തിരുന്ന കാര്യങ്ങൾ മാറി ചെയ്യുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ടെൻഷൻ കൊണ്ടാണ് എനിക്ക് ആ ശ്വാസം മുട്ടൽ വരുന്നത്. അപ്പോ ആ ടെൻഷന് എത്രത്തോളം പ്രാധാന്യമുണ്ട്. അപ്പൊ ടെൻഷൻ ഇല്ലാത്ത ആളുകളില്ല. ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാൾ എന്ന രീതിയിൽ ഞാൻ ഒബ്സർവ് ചെയ്തത്, ഏകദേശം 70% മുകളില് എൻ്റെ ഫാർമസിയിൽ വരുന്ന രോഗികളിൽ ഞാൻ കാണുന്നത് അവരുടെ മർമ്മപ്രധാനമായ രോഗത്തിന് കാരണമായിട്ടുള്ളത് സ്ട്രെസ് ആണെന്നാണ്. കുറച്ചുകൂടി പ്രൊഫഷണലായ ആളുകൾക്ക് അതിന്റെ പേഴ്സൻറ്റേജ് ഒന്നുകൂടി കൂട്ടി പറയാൻ കഴിയും. അപ്പൊ എല്ലാ രോഗങ്ങൾക്കും കാരണക്കാരനായി മാറുന്നത് സ്ട്രെസ് ആണെങ്കിൽ, ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ ആരോഗ്യത്തിനും വെൽനെസ്സിനും പ്രാമുഖ്യം കൊടുത്ത് ആയുഷിന്റെ വെൽനെസ് പ്രൊമോട്ടേഴ്സ് ആയി പ്രവർത്തിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും ദൈവാനുഗ്രഹത്താൽ നമ്മുടെ കമ്പനി നമ്മുടെ കയ്യിലേക്ക് വെച്ച് തന്ന ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണ് ഫൈറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഫൈറ്റ് ചെയ്യുക സ്ട്രെസ്സുമായിട്ട്, അങ്ങനെ മൈൻഡിലേക്ക് കയറുന്ന രീതിയിലാണ് പേരിട്ടിട്ടുള്ളത്. ബട്ട് PHYT എന്നാണ് സ്പെല്ല് ചെയ്തിട്ടുള്ളത്. അപ്പൊ ചിന്തിക്കും, നോർത്ത് ഇന്ത്യൻ കമ്പനിയാണോ, അവർക്ക് വിവരമില്ലായിട്ടാണോ, സാക്ഷര കേരളത്തിൽ നിന്നല്ലല്ലോ, പേര് വെറുതെ തെറ്റിപ്പോയതാണോ? ചിന്തിക്കണ്ട. മിസ്റ്റർ KK രാജേഷിനെ പോലെയുള്ള ആളുകളാണ് നമ്മുടെ ഓരോ പ്രൊഡക്റ്റിനും പേരുകൾ സജസ്റ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ പ്യൂർലി ഹെർബ് എന്നാണ് അർത്ഥം. ഇലകളിൽ നിന്നുള്ളത്. എന്തുകൊണ്ടാണ് ആ പേര് കൊടുത്തിട്ടുള്ളത്? നമുക്കറിയാം, സ്ട്രെസ്സിന് ആന്റി ഡിപ്രസന്റ് ടാബ്ലറ്റുകൾ അലോപ്പതിയില് ഞങ്ങളുടെ മെഡിക്കൽ ഷോപ്പിൽ വന്ന് കൊടുക്കണമെങ്കിൽ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ വേണം. എന്തുകൊണ്ടാണത്? അത്രയും ഡേഞ്ചറസ് ആയുള്ള ടാബ്ലറ്റുകളാണത്. ശരിക്കും സൈക്കാട്രി മെഡിസിൻസ് കഴിക്കുന്ന ആളുകള് ആൽക്കഹോൾ ഉപയോഗിച്ച ആളുകളെ പോലെ ആണ് ബിഹേവ് ചെയ്യുക. അത്രയും അഡിക്റ്റേറ്റീവ് ആയുള്ള ഒരു കണ്ടീഷൻ ആയിരിക്കും അവർ കടന്നു പോകുന്നുണ്ടാവുക. എന്നാൽ പ്യൂർ ഹെർബലിൽ നിന്നുള്ള നമ്മുടെ ഫൈറ്റ് സ്ട്രെസ് ഒരിക്കലും ഇതോട് കൂടി തന്നെ നിങ്ങൾ ഓർമ്മയിലേക്ക് പെടുത്തുകയാണ്. ആന്റി ഡിപ്രസന്റ് ടാബ്ലറ്റുകൾ സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് മെഡിസിൻ കഴിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും നിങ്ങൾ ഫൈറ്റ് സ്ട്രെസ് സജസ്റ്റ് ചെയ്യരുത്. നമ്മൾ ആരും ഡോക്ടേഴ്സ് അല്ല. നമ്മൾ കൊടുക്കുന്നത് മെഡിസിനുമല്ല, നമ്മൾ കൊടുക്കുന്നത് വെൽനെസ് പ്രോഡക്ട്സ് ആണ് എന്ന തിരിച്ചറിവാണ് മൈ ലൈഫ് സ്റ്റൈൽ ചെയ്യുന്ന ഓരോരുത്തർക്കും വേണ്ടത്. പലരും രോഗികളെ തേടിപ്പായുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ കൂട്ടത്തിൽ പലരും. രോഗികളെ തേടിയല്ല നമ്മൾ പായേണ്ടത്. രോഗം വരാതിരിക്കാൻ, നല്ലൊരു ഹെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ, നല്ല വെൽനെസ്സിന് പ്രാമുഖ്യം കൊടുത്ത് രോഗം വരാതിരിക്കാൻ ഒരു ഇൻഷുറൻസ് ഏജന്റിന്റെ മനോഭാവത്തോടു കൂടി ആയിരിക്കണം നമ്മൾ നമ്മുടെ ഫീൽഡിൽ പോവാൻ. എന്താണ് ഇൻഷുറൻസ് ഏജന്റ് ചെയ്യുന്നത്? അവിടെ കാലൊടിഞ്ഞ് ഓപ്പറേഷൻ തയ്യാറായി നിൽക്കുന്ന ആൾക്ക് പോയിട്ട് ഇൻഷുറൻസ് കൊടുക്കുകയാണോ? അതല്ലല്ലോ.
ഇത് ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അത് വരാതിരിക്കാനും അത് വന്നാൽ അതിനെ കവർ ചെയ്യാനുള്ള ഒരു സൊല്യൂഷനുമാണ് ഒരു ഇൻഷുറൻസ് ഏജന്റ് ചെയ്യുന്നതെങ്കിൽ ഒരു വെൽനസ് പ്രൊമോട്ടർ എന്ന രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത് വരാതിരിക്കാനുള്ള രീതിയിലുള്ള ഉൽപ്പന്നങ്ങളെ പ്രൊമോട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ വലിയ ഒരു ലാർജ് മാർക്കറ്റ് സൈസ് ഉള്ള പ്രോഡക്റ്റ് ആണ് ഫൈറ്റ്സസ്. എലമെന്റ്സ് ഫൈറ്റ്സസിന്റെ കീ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? അശ്വഗന്ധ, തുളസി, ഗുഡുചി, പിപ്പലി. അമക്കുരുവും തുളസിയും ചിറ്റമൃതും പിപ്പലിയും അടങ്ങിയ നമ്മുടെ എലമെന്റ്സ് വെൽനെസിന്റെ ഫൈറ്റ്സസ് പ്രോഡക്റ്റ് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ കാര്യമായി ഇംപ്രൂവ് ചെയ്യും. ടെൻഷൻ അനുഭവിക്കുന്ന, ഉത്കണ്ഠ അനുഭവിക്കുന്ന ഓരോ വ്യക്തിക്കും റെക്കമെൻഡ് ചെയ്യാവുന്ന ഈ പ്രോഡക്റ്റ് എന്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൊടുത്തുകൂടാ എന്ന ഒരു ചിന്ത എനിക്ക് വന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടുമുട്ടുന്ന പലർക്കും ഈ ഒരു ഉൽപ്പന്നം കൊടുക്കാൻ തുടങ്ങി. നല്ല റിസൾട്ടുകൾ കിട്ടി. കാരണം ആ റിസൾട്ട് ആദ്യമായി അനുഭവിച്ച വ്യക്തിയാണ് ഞാൻ. ഈ വീട്ടിൽ നിന്ന് എൻ്റെ ഫാർമസിയിലേക്ക് പോവാതെ ഇവിടെ ഇരുന്ന എനിക്ക് എൻ്റെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന വീട്ടമ്മ ₹1 പോലും വാങ്ങാതെ കൊടുത്തയച്ച ഒരു പ്രോഡക്റ്റ് ആയിരുന്നു ഫൈറ്റ്സസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റ് കഴിച്ചതിന്റെ ഫലമായി എനിക്ക് ആളുകളെ ഫേസ് ചെയ്യാനും ഒപ്പം തന്നെ എൻ്റെ ബിസിനസ്സിൽ കാര്യമായി ഇൻവോൾവ് ആവാനും സാധിച്ചതിന്റെ ഫലമായി എനിക്ക് എൻ്റെ റോയൽ മെഡിക്കൽസിൽ ഉണ്ടായ മാറ്റങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തി എന്ന രീതിയിലാണ് ഞാൻ ഈ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. 12 വയസ്സിന് മുകളിലുള്ള ഏവർക്കും രാവിലെയും വൈകിട്ടും ഒരു ക്യാപ്സൂൾ വീതം ഈ ഒരു പ്രോഡക്റ്റ് കൊടുത്താൽ അതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ അശ്വഗന്ധ അമക്കുരം നമുക്ക് വലിയ രീതിയിൽ ബെനിഫിറ്റ് തരും. പ്രധാനമായിട്ടും തന്നെ നമ്മുടെ സ്ട്രെസ്സിനെ, ആങ്സൈറ്റിയെ റെഡ്യൂസ് ചെയ്യാൻ അശ്വഗന്ധയ്ക്ക് സാധിക്കുന്നു. നമുക്ക് നല്ല രീതിയിൽ ഉറങ്ങാൻ സാധിക്കുന്നു. നല്ല രീതിയിൽ ഉറങ്ങിയാൽ തന്നെ പകുതി അസുഖങ്ങൾ മാറും. അതുപോലെ ഹോർമോൺസിനെ ബാലൻസ് ചെയ്യാൻ അത് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു. ബ്രെയിൻ ഫങ്ഷനുകളെ എൻഹാൻസ് ചെയ്യുന്നു. മസിലുകളെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യുന്നു. ഇത്രയും ഗുണങ്ങളുള്ള അശ്വഗന്ധയാണ് നമ്മുടെ ഫൈറ്റ്സസിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം. അതുപോലെ തന്നെ തുളസി അടങ്ങിയിട്ടുണ്ട് ഇതിൽ. തുളസിക്ക് റെസ്പിറേറ്ററി ഫങ്ഷനിൽ കാര്യമായ പ്രാധാന്യമുണ്ട്. അതുപോലെ വൈറ്റമിൻ സിയുടെ വലിയൊരു സോഴ്സ് ആണത്. ഒരു പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആണത്. നമ്മുടെ ആങ്സൈറ്റിയെയും സ്ട്രെസ്സിനെയും കുറക്കാൻ സഹായിക്കുന്ന ഒരു ഔഷധമാണത്. ഇൻഫ്ലമേഷൻ ഇല്ലാണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു ഔഷധമാണ് തുളസി. അത് വലിയ ആന്റി ബാക്ടീരിയലും ആന്റി ഫംഗലും ആന്റി വൈറലുമായിട്ടുള്ള ഒരു ഘടകമാണ് തുളസി. ഇതെല്ലാം ചേർന്ന് തുളസിയാണ് നമ്മുടെ ഫൈറ്റ്സസിലെ ഒരു ഘടകം. ഗുഡുചി എന്ന് പറയുന്ന മറ്റൊരു ഘടകം, അതായത് ചിറ്റമൃത്, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ കാര്യമായി സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്, ഔഷധമാണ് ഗുഡുചി. ഇത് നമ്മുടെ ബോഡിയിൽ സ്ട്രെസ്സിനെ കുറക്കാൻ വളരെയേറെ സഹായിക്കുന്നു. സമയക്കുറവ് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. എന്തായാലും മലയാളത്തിൽ സാധാരണയായി ചിറ്റമൃത് അല്ലെങ്കിൽ അമൃത് എന്നറിയപ്പെടുന്ന ഈ ഔഷധവും നമ്മുടെ അശ്വഗന്ധയിലെ കൂടെ ഫൈറ്റ്സസിലുണ്ട്. ഒപ്പം തന്നെയുള്ള ഒരു ഔഷധമാണ് പിപ്പലി. പിപ്പലിയും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഡ്രൈ കഫിനെയും കൺജഷനെയും സഹായിക്കുന്നതാണെങ്കിൽ ഫൈറ്റ്സസില് അത് വലിയൊരു ആന്റി ഓക്സിഡന്റ് ആയിട്ടും അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിലെ ബാക്കിയുള്ള ഔഷധങ്ങളെയൊക്കെ ശരിയായ രീതിയിൽ അബ്സോർബ് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്ത ഒരു ഹെർബാണ്. അതായത് അശ്വഗന്ധയും ഗുഡുചിയും തുളസിയും നൽകുന്ന ഗുണങ്ങള് ഫൈറ്റ്സസിലേക്ക് കാര്യമായി ലഭിക്കുന്നതിന് വേണ്ടി അതിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്ത ഒരു ഔഷധമാണ് പിപ്പലി. ഇത്രയൊക്കെ അടങ്ങിയിട്ടുള്ള ഈ ഒരു ഉൽപ്പന്നം നമ്മൾ സ്വയം ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ആദ്യം ഒന്ന് ചിന്തിക്കുക. ടെൻഷനുള്ള ആളുകളാണല്ലോ നമ്മൾ. നമ്മുടെ ടെൻഷൻ എന്താണ്? നമുക്ക് BV അലോക്കേഷൻ നടക്കണം. എല്ലാ ആഴ്ചയിലും നമുക്ക് ബുധനാഴ്ചകളിൽ വരുമാനം വരണം. ആ വരുമാനം നമ്മുടെ ടീമിൽ നമ്മളെ വിശ്വസിച്ച് വരുന്ന ആൾക്കാർക്ക് വരുമാനം കൊടുക്കണം. ഇതൊക്കെ നമ്മൾ പോസിറ്റീവ് ടെൻഷനാണ്. അവിടെ ഓക്സിറ്റോമിനെയും കോർട്ടിസോളിനെയും ഒക്കെ ഉത്പാദനം ക്ലിയർ ആയിട്ട് ബാലൻസിങ് നടക്കണം. അങ്ങനെയാണെങ്കിൽ ഫൈറ്റ്സസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? നമ്മൾ ഉപയോഗിച്ച് അതിന്റെ റിസൾട്ട് എടുത്ത് മറ്റുള്ളവർക്ക് അത് റെക്കമെൻഡ് ചെയ്യാൻ നമ്മൾ തയ്യാറാവുന്നുണ്ടോ?
ഓഗസ്റ്റ് 2021 എൻ്റെ മെഡിക്കൽ ഷോപ്പിലെ ഷോക്കേസിൽ ഞാൻ ഇത്തരത്തില് നമ്മുടെ ഫെയർനെസ് കോസ്മെറ്റിക് പ്രോഡക്റ്റുകൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എന്നെ പ്രേരിപ്പിച്ച ഒരു പ്രോഡക്റ്റ് ആണ് ഫൈറ്റ്സസ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോ ഒരു ഫൈറ്റ്സസിന് ഒരു മെഡിക്കൽ ഷോപ്പിന്റെ ഒരു ഷോക്കേസ് മുഴുവൻ എലമെന്റ്സിന്റെ വെൽനെസിന്റെ കോസ്മെറ്റിക് ഐറ്റംസ് മാത്രം ഡിസ്പ്ലേ ചെയ്തു. വേറെ ഒരു ഷോക്കേസ് നിറയെ എലമെന്റ്സിന്റെ വെൽനെസ് പ്രോഡക്ട്സ് കൊണ്ട് നിറച്ചു. ഇൽനെസ് കൈകാര്യം ചെയ്യുന്ന മെഡിക്കൽ ഷോപ്പിൽ ഞാൻ വെൽനെസ് കൈകാര്യം ചെയ്യുന്ന പ്രോഡക്ട്സുകൾ നിറച്ചു. ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. നിലവിൽ എൻ്റെ ഷോപ്പിന്റെ പല ഭാഗത്തും നിങ്ങൾക്ക് നമ്മുടെ പ്രോഡക്റ്റ് കണ്ടെത്താൻ സാധിക്കും. ഇപ്പൊ കാണുന്നത് എൻ്റെ കൂറ്റനാടുള്ള റോയൽ മെഡിക്കൽസ് ആണ്. ഈ മെഡിക്കൽ ഷോപ്പിൽ ഇന്നും നല്ല രീതിയിൽ നമ്മുടെ പ്രോഡക്റ്റ് എലമെന്റ്സിന്റെ എല്ലാവിധ പ്രോഡക്റ്റുകളും അതിന്റെ പ്രൈം സ്റ്റേജിൽ അതിൽ കക്കിരിക്കവ അടക്കം വൈറ്റമിൻ സി അടക്കം നമ്മുടെ ഫേസ് വാഷ് ഓയിലുകളും ഷാമ്പുകളും ഒക്കെ അടക്കമുള്ള പ്രീമിയം സോപ്പുകൾ എല്ലാം വളരെ ഭംഗിയോട് കൂടിയിട്ട് ഞാൻ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല എൻ്റെ ബ്രാൻഡിങ്ങിൽ ഞാൻ എലമെന്റ്സ് വെൽനെസ് ബ്രാൻഡ് അവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അത്രയും നല്ല ഒരു പ്രോഡക്റ്റ് ഞാൻ മെഡിക്കൽ ഷോപ്പിൽ ഇരുന്നിട്ട് മാത്രം വിൽക്കുകയാണോ? അങ്ങനെയല്ല. തീർച്ചയായിട്ടും ഈ വീഡിയോ കൂടി. ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. യാത്രയുടെ വിശേഷങ്ങൾ ഞാൻ പങ്കുവെക്കുമ്പോൾ അത് ഇൻസ്പയർ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ കരുത് എന്തിനാണ് ഈ ചെങ്ങാതി ഈ പേസ്റ്റിന്റെ ഒക്കെ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത്. ഞാനൊരു കഥ சொல்லட்டுமா? എൻ്റെ ടീമില് ഞങ്ങള് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ട്, മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ആ കമ്പനിയിൽ ഒരുപാട് മെമ്പർമാരുണ്ട്. അവിടെ വിദ്യാഭ്യാസം ഉള്ളവനുണ്ട്, ഇല്ലാത്തവനുണ്ട്, പണമുള്ളവനുണ്ട്, ഇല്ലാത്തവനുണ്ട്. 18 വയസ്സ് കഴിഞ്ഞ ഏതൊരു കുട്ടിക്കും ജോയിൻ ചെയ്യാവുന്ന, അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കാവുന്ന ഞങ്ങളുടെ സ്വന്തം മൈ ലൈഫ് സ്റ്റൈലില് വീട്ടമ്മമാർ മുതൽ ഡെപ്യൂട്ടി കളക്ടർ വരെയുള്ള ആളുകൾ അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കട്ടെ. വക്കീലന്മാരുണ്ട്, ഡോക്ടർമാരുണ്ട്, ബിസിനസ്സുകാരുണ്ട്. അവിടെ പ്രായത്തിനോ ജോലിക്കോ നിറത്തിനോ സമ്പത്തിനോ ഒന്നും പ്രസക്തിയില്ലാതെ ട്രഡീഷണൽ ബിസിനസ് ചെയ്യുന്നവരും ഇതുവരെ ബിസിനസ് ചെയ്യാത്തവരും എല്ലാവരും ഒരു സിസ്റ്റത്തിന് താഴെ അടിപൊളിയായിട്ട് ആസ്വദിച്ച് വർക്ക് ചെയ്യും. അപ്പൊ അതില് ഒരുപാട് ആളുകൾക്ക് വരുമാനത്തിനുള്ള മാർഗമാണ് ഞാനിപ്പോ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഹെർബൽ പേസ്റ്റ്. ഈ പേസ്റ്റ് ഉപയോഗിച്ചാൽ പല്ലുപുളിപ്പ്, വായ്നാറ്റം, മോണപഴുപ്പ്, അങ്ങനെ ഒരുപാട് അസുഖങ്ങൾക്കുള്ളൊരു ഔഷധമാണ് എന്ന് മാത്രമല്ല, ഒരുപാട് കുടുംബങ്ങളിൽ കഞ്ഞി വെക്കാനുള്ള വരുമാന മാർഗം കൂടിയാണ്. അപ്പൊ അതിനൊക്കെ എൻ്റെ ടീമിലെ, എൻ്റെ കുടുംബത്തിലെ, മൈ ലൈഫ് സ്റ്റൈലിലെ എൻ്റെ സഹപ്രവർത്തകർക്ക് ഒരു ഇൻസ്പൈറേഷൻ, ഒരു മോട്ടിവേഷൻ ആവാൻ വേണ്ടി കൂടിയാണ് ഈ വീഡിയോ ഒക്കെ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് അപ്പൊ തീർച്ചയായിട്ടും വീഡിയോ കണ്ടു എന്ന് മനസ്സിലാക്കുന്നു. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ മറ്റുള്ളവരോട് പറയുക എന്നുള്ളതിലുപരി പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഓരോ ലീഡറും സ്വീകരിക്കേണ്ട ഒരു ഇത്. ലിമ തഖൂലൂന മാലാ തഫ്അലൂൻ. നമ്മൾ ചെയ്യാത്തത് എങ്ങനെ മറ്റുള്ളവരോട് പറയുക? നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ മറ്റുള്ളവരോട് പറയുക. അങ്ങനെ ജീവിതത്തിൽ മാതൃകയാവാൻ നിങ്ങൾക്ക് കഴിയുമോ? തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ 2 പേരേ ഉള്ളൂ എങ്കിൽ പോലും ആ 2 പേര് നിങ്ങളുടെ കൂടെ ഉറച്ചു നിന്നാൽ വളരുന്ന പ്രസ്ഥാനത്തിന്റെ, ബിസിനസിന്റെ പേരാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നാളെ തന്നെ 2,10,000 നമ്മുടെ പോക്കറ്റിലേക്ക് തരുമെന്നുള്ള മോഹന വാഗ്ദാനം ആർക്കും കൊടുക്കേണ്ട. ഇത് നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കുന്ന ഒരു ഇവന്റ് ആണ്. ഈ അവസരത്തിൽ എനിക്ക് ഏറെ നന്ദി പറയാനുള്ളത്, ഞാൻ ഏറെ ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന
എന്നാൽ ഒരു കാലത്ത് അവരെ കാണുമ്പോൾ ഞാൻ ഓടി ഒളിച്ചിരുന്ന കക്കാട്ടിരി സ്വദേശിനിയായ റഷീദ എന്ന് പറയുന്ന സാധാരണക്കാരിയായ വീട്ടമ്മയോടാണ്. ഇന്ന് കമ്പനിയുടെ സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ ആണ്, ആർട്ടിസിയോട് അടുത്ത് നിൽക്കുന്നു. ഈ റഷീദ എന്ന് പറയുന്ന സ്ത്രീ എൻ്റെ ഷോപ്പിലേക്ക് മെഡിസിൻ വാങ്ങാൻ വേണ്ടി വന്നതാണ്. മെഡിസിൻ വാങ്ങാൻ വന്നു. സ്വാഭാവികമായിട്ടും ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യും. അവരെന്റെ നമ്പർ വാങ്ങി. ഞാൻ നമ്മുടെ ഒരു കസ്റ്റമർ ആണല്ലോ, നമ്പർ കൊടുത്തു. പിന്നീട് ഫോളോ അപ്പുകളായി. അവരെന്നെ കാണാൻ വേണ്ടിയിട്ട് അപ്ലൈൻ ലീഡേഴ്സുമായി എൻ്റെ ഷോപ്പില് ക്ലിനിക്കില് നിരന്തരം വരലായി. കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ തെറ്റിദ്ധരിച്ചു. എന്തായിരിക്കും ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവുക? ഇവര് ആളെ പിടിക്കാൻ വന്നിരിക്കുകയാണ്, മണി ചെയിനുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ആട് മാഞ്ചിയം അങ്ങനെ കുറെ ഉണ്ടല്ലോ. അപ്പൊ ഈ പാവം സാധു സ്ത്രീ ഏതോ ഒരു കുടുക്കിപ്പെട്ടിരിക്കുകയാണ്. ആ കുടുക്കിലേക്ക് എന്നെ കൂടി കുടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണെന്നുള്ള തെറ്റിദ്ധാരണയോട് കൂടിയിട്ട് കക്കാട്ടിരിക്കാരി റഷീദ മാഡം കൂട്ടനാടുള്ള റോയൽ മെഡിക്കൽസിന്റെ മുന്നില് വന്ന് കാറ് പാർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓടി ഒളിക്കും. ഞാൻ ഡോക്ടറെ ക്യാബിനിൽ കയറിയിരിക്കും. സ്റ്റാഫിനോട് പറയും ഞാൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാളെ. ഫോൺ സൈലന്റിലിടും. കാരണം ഇവർ ഈ ക്ലിനിക്കിൽ വന്ന് ഫോൺ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് പുറത്തേക്ക് കേൾക്കരുത്. എന്നാൽ ഒരു കൊറോണ കാലത്ത് അവിചാരിതമായി ഇവർ എന്നെ വന്ന് ലോക്ക് ചെയ്തു. കൂടെ ഞങ്ങളുടെ RTC ലീഡർ ഹൈറുനിസ മാഡം, അവരുടെ ഹസ്ബൻഡ് മുസ്തഫ സാറ്, അതുപോലെ തന്നെ ഇന്നത്തെ NTC ലീഡർ ഷിബിൻ സാർ ഉണ്ടായിരുന്നു. അവര് ഒക്കെ അന്ന് TC പോലും ആയിട്ടില്ല. 2 ലക്ഷം മാച്ചിങ് ബിസിനസ് പോലും ആവാത്ത ഘട്ടത്തിൽ ഷിബിൻ സാറ് സ്റ്റാർ റാങ്കിൽ പോലും എത്താത്ത റഷീദ മാഡത്തിന്റെ പ്രോസ്പെക്റ്റായ എന്നെ കാണാൻ വേണ്ടിയിട്ട് റോയൽ മെഡിക്കൽസിലേക്ക് വന്നു. അങ്ങനെ ഞാൻ അവരോട് ക്ലിനിക്കിന്റെ ഏരിയയിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഇല്ലാത്ത തിരക്കുകൾ അഭിനയിച്ചു കൊണ്ടിരുന്നു. കാരണം എനിക്ക് ഇവന്മാരെ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഇല്ല. കുറെ സമയം അവരവിടെ വെയിറ്റ് ചെയ്ത് പ്രോഡക്റ്റുകളെ കുറിച്ച് പറയുന്ന ഘട്ടത്തിൽ ഞാൻ നിർബന്ധിതനായിരിക്കുകയാണ് കേൾക്കാൻ. കാര്യം വൈകുന്നേരം 4 മണിക്ക് എൻ്റെ ഡോക്ടേഴ്സ് സെക്കൻഡ് OPക്ക് വരുമ്പോഴേക്ക് ഈ ഹാളിൽ നിന്ന് ഇവരെ ഒഴിവാക്കണം. അങ്ങനെ ഇവര് പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്തുന്ന സമയത്ത് വണ്ടർഫുൾ ആയ ഒരു പ്രോഡക്റ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് എനിക്ക് വളരെ ആവശ്യമുള്ള പ്രോഡക്റ്റ് ആയിരുന്നു. നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ ശ്രേഷ്ഠ രസായനങ്ങളിൽപ്പെട്ട കവചപ്രാഷ് എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ഞാനൊന്നും ചെയ്തില്ല, എനിക്ക് ആവശ്യമായിരുന്നു. കാരണം ഞാൻ ലിയോസിട്രിസിൻ, മോണ്ടോലിക്കാസ്റ്റിൻ, മോണ്ടക്കേൽസി എന്ന് പറയുന്ന ബ്രാൻഡ് ഡെയിലി കഴിച്ചിരുന്ന ഒരാളാണ്. കോവിഡ് സമയമാണ്. എനിക്കാണെങ്കിൽ ഒരു തുമ്മല് വന്നു കഴിഞ്ഞാൽ നിർത്താതെ തൃശ്ശൂർ പൂരത്തിലെ വെടിക്കെട്ട് പോലെ തുമ്മിക്കൊണ്ടിരിക്കും ഞാൻ. അയൽവക്കത്തുള്ള സൂറാത്തൊക്കെ അവിടുന്ന് ഇങ്ങനെ തല വിട്ടി നോക്കും, ആരാണ് എന്താണ് ഇത്. അത്രയേറെ തുമ്മലുണ്ടായിരുന്ന എനിക്ക് കവചപ്രാഷിന്റെ ഗുണങ്ങൾ മുസ്തഫ സാറ് പറഞ്ഞു. ഇത് കഴിച്ച് അദ്ദേഹത്തിന് തുമ്മല് മാറി. ഓക്കെ, എന്നാലും ശരി, ഒരു കസ്റ്റമറെ വെറുപ്പിക്കേണ്ട, ഒരു പരീക്ഷണവും ആവാം എന്ന അടിസ്ഥാനത്തിൽ ഒരു കവചപ്രാഷ് എനിക്ക് തരാൻ പറഞ്ഞു. ആ കവചപ്രാഷ് വാങ്ങി അതിന്റെ റിസൾട്ട് അനുഭവിച്ചു. കോവിഡ് കാലത്ത് ആരെയും ഭയക്കാതെ കേരളത്തിന്റെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ഏരിയയിൽ എല്ലാവരും ലോക്ക്ഡൌണിൽ കിടക്കുന്ന സമയത്ത് മെഡിക്കൽ രംഗത്തായതുകൊണ്ട് ആയുഷ് പ്രൊമോട്ടറെ പോലെ തന്നെ ഞാൻ ഓടി നടന്നു. എനിക്ക് കോവിഡിന് ഭയം ഉണ്ടായില്ല. അതിനെന്നെ സഹായിച്ച ഈ പ്രോഡക്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴും ശങ്കരൻ വീണ്ടും അവിടെ തന്നെ. ഞാൻ ചിന്തിച്ചു, അപ്പോഴും മണി ചെയിനാണ്. എനിക്ക് പ്രോഡക്റ്റ് ഒക്കെ ഇഷ്ടപ്പെട്ടു. പിന്നീട് ഞാൻ ചിന്തിക്കാൻ, ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് എന്തിനു ഇവര് മണി ചെയിനിലൂടെ മാർക്കറ്റ് ചെയ്യണം, നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തൂടെ? അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ നോളജ് അക്വിസിഷന് വേണ്ടി നമുക്ക് അഡോപ്റ്റ് ചെയ്യാവുന്ന ലീഡേഴ്സിന്റെ വീഡിയോസ്, ശ്രീ MS പ്രസാദ് സാറിനെ പോലുള്ള ആളുകളുടെ വീഡിയോസ്, വിക്കിപീഡിയ, യൂട്യൂബ്, ഡയറക്ട് സെല്ലിങ്ങിന്റെ ഹിസ്റ്ററി, അതെല്ലാം അരിച്ചു പെറുക്കി നോക്കി. മണി ചെയിൻ കമ്പനികള് ഡയറക്ട് സെല്ലിംഗ് എന്ന വലിയ വ്യവസായത്തെ കട്ടെടുത്ത് വ്യാജമായി ഉപയോഗിച്ചത് നേരിട്ട് അനുഭവത്തിലൂടെ വായിച്ചറിഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ടാണ് വായനയ്ക്ക് പ്രാധാന്യം കൊടുക്കണമെന്ന പ്രാർത്ഥനാ ഗീതത്തെ ഞാൻ ഇവിടെ ആമുഖമായി കണക്ട് ചെയ്തത്. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന നൂതന വിപണന രീതിയെ
മണി ചെയിനുകാർ തട്ടിയെടുത്ത് കോപ്പിയടിച്ച് ദുരുപയോഗം ചെയ്തതിന്റെ ഫലമായി ഇന്നും സമൂഹത്തിലുള്ള ആളുകൾക്ക് അത് തെറ്റായ ഒരു മേഖലയാണെന്ന് ധരിച്ചിരിക്കുന്നു. ഇന്നും ഞാൻ റോയൽ മെഡിക്കൽസിന്റെ കൂടാതെ ചെയ്യുമ്പോൾ നിനക്കൊന്നും വേറെ പണിയൊന്നുമില്ലല്ലോ എന്ന് പറയുന്ന ആളുകൾക്ക് അത് പഠിക്കണമെങ്കിൽ അത് പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ ലീഡേഴ്സ് വെച്ച് തരുന്നുണ്ട്. അത് വെച്ച് തരുന്ന GTS സെന്ററുകളിലേക്ക് അവർ വരുന്നില്ല. അത് കേൾക്കുന്ന പറ്റിയ യൂട്യൂബ് ചാനലുകളിലേക്ക് അവർ പോകുന്നില്ല. പക്ഷെ ഇത് മനസ്സിലാക്കിയ എനിക്കും നിങ്ങൾക്കും അതിന്റെ ഇൻസ്പിറേഷൻ എത്രയാണ്. ഇൻസൾട്ടിങ് ഈസ് ദ ബെസ്റ്റ് ഇൻസ്പിറേഷൻ ഓഫ് ദ ലൈഫ്. നിങ്ങൾ ആരൊക്കെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടോ അതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ. മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് അത്തരത്തിൽ ഉള്ള ഒരു ഇൻസ്പിറേഷൻ ആണ്. ഇന്ന് കളിയാക്കിയവര് നാളെ നമുക്ക് വേണ്ടി കൈയടിക്കുന്ന ഒരു ദിവസം വരും എന്ന യാഥാർത്ഥ്യം തുടക്കക്കാര് മനസ്സിലാക്കണം. ഒരാളും തുടക്കത്തില് നല്ലത് പറഞ്ഞിട്ടില്ല, നല്ലത് കേട്ടിട്ടില്ല. എന്നാൽ പ്രോഡക്റ്റുകൾ കൊടുത്ത് ആ പ്രോഡക്റ്റുകളുടെ റിസൾട്ട് നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് മാറുമ്പോൾ, ഒരു കാലത്ത് ഈ ഒരു ബിസിനസ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി നമ്മുടെ മുന്നിലേക്ക് വന്ന റഷീദ മേഡത്തിന്റെ മുന്നിൽ നിന്ന് ഓടി ഒളിച്ച ആൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ആത്മാഭിമാനത്തോടു കൂടി ആവേശത്തോടു കൂടി മൈ ലൈഫ് സ്റ്റൈൽ ചെയ്യുന്ന ആളാണ്, ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്ന ആളാണ് ഞാൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് ഒറ്റ കാരണമുള്ളൂ. മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന കമ്പനി പ്രതിനിധാനം ചെയ്യുന്നത് ലോകത്തിന്റെ വെൽനെസ്സിന് വേണ്ടിയാണ്. ലോകത്തുള്ള ആളുകളുടെ മുഖ്യമായ പ്രശ്നങ്ങളാണ് ഹെൽത്തും വെൽത്തും. പണമില്ലെങ്കിൽ ആർക്കും ഒരു വിലയില്ല, ആരോഗ്യമില്ലെങ്കിൽ ആർക്കും ഒരു വിലയുമില്ല. പണവും ആരോഗ്യവും ഇന്ന് മുഖ്യ ഘടകമാണ്. പണം ഉണ്ടാക്കിയ വലിയ പ്രമുഖരൊക്കെ TV ചാനലുകളിലെ ഇന്റർവ്യൂകളിൽ ഇരുന്നിട്ട് പൈസക്കൊന്നും വലിയ സ്ഥാനമൊന്നും ഇല്ല എന്ന് പറയുമെങ്കിൽ അതൊക്കെ പൈസ ഉണ്ടാക്കിയതിന് ശേഷം അവർ പറയുന്നതാണ്. പൈസക്ക് നല്ല സ്ഥാനമുണ്ട്. നല്ല രീതിയിൽ പണം ഉണ്ടാക്കാനും നല്ല രീതിയിൽ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മെ സഹായിക്കുന്ന ഒരു കമ്പനിയുടെ പേരാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് തിരിച്ചറിഞ്ഞ് അതിൽ ആത്മാർത്ഥതയോടെ കൂടി പ്രവർത്തിക്കുന്നു. എൻ്റെ അനുഭവങ്ങള് പങ്കുവെക്കാൻ ഇവിടെ അവസരം നൽകിയ ഈ ടീം സക്സസിന്റെ സാരഥികളോട് വളരെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും എനിക്ക് ഈ അവസരം തന്ന എൻ്റെ മേഡത്തിനോടും എനിക്ക് മെന്ററും മോട്ടിവേറ്ററുമായിരിക്കുന്ന എൻ്റെ ലീഡേഴ്സിനോടും എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ അസോസിയേറ്റ്സിനോടും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഞാൻ ഉപസംഹരിക്കുകയാണ്. എല്ലാവർക്കും വിജയാശംസകൾ. എല്ലാവരും നന്നായി പ്രവർത്തിക്കുക. ജയ് മൈ ലൈഫ് സ്റ്റൈൽ, ജയ് ഹിന്ദ്. Thank you. This is Royal Rashid, State Team Coordinator from Kutanad.